എന്റെ ഈശോയെ കാത്തുരക്ഷിക്കണമേ. അജുവേ, അനുവേ, വേഗം റെഡിയാവ്. അമ്മാ അമ്മാ അമ്മാ. மம்மி பசிக்குதம்மா, ஏதாவது சாப்பாடு போட முடியுமா? അത് പിന്നെ കുറച്ച് ചോറും കറിയും തരട്ടെ? ആ പോതും അമ്മ. ശരി. എന്താ പേര്? മാരിമുത്തു. நீங்க பேர் என்ன? ഞാൻ അനു. ഇതാജു. ரொம்ப நல்ல பேரு. ദാ കഴിച്ചോ. சரி அம்மா. அம்மா, குழந்தைக்கு ஏதாவது உடுப்பு கிடைக்குமா? ഇവിടെ പഴയ ഉടുപ്പെന്ന് വെച്ചാ ഇവളുടെ ചെറുപ്പത്തിലെ കുട്ടിയുടുപ്പുകളാ. അത് മതിയോ? போதும் அம்மா. ദാ ഇത് വെച്ചോളൂ. ரொம்ப நன்றி அம்மா. ഇത് കഴുവതുക്ക് ഞാൻ കഴുകിക്കോളാം. ഇവിടെ വെച്ചോളൂ. ആ வரேம்மா. அம்மா, கடவுள் உங்களை காப்பாத்துங்க அம்மா. நல்லா இருக்கட்டும் குடும்பம். வரேம்மா. ആ പെട്ടെന്ന് റെഡിയാകുക രണ്ടുപേരും. അയാളൊരു പാവാണല്ലേ അമ്മേ? എന്താ അമ്മ ചോറ്റും പാത്രം എടുത്തില്ലേ? അമ്മയുടെ ചോറല്ലേ അയാൾക്ക് കൊടുത്തത്? ഇല്ലായ്മയിൽ നിന്നും നമ്മളില്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. വിധവയുടെ കാണിക്ക പോലെ. വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരവും വസ്ത്രമില്ലാത്തവന് വസ്ത്രവും കൊടുത്താൽ നമ്മെ ഒരു കാലത്തും ദൈവം കൈവിടില്ല. ആ രണ്ടുപേരും ബാഗെടുക്ക്, സ്കൂളിൽ പോകാൻ സമയമായി. ഡാഡി പോട്ടെ. വാ മോളെ. ജോസേട്ടാ, ദാ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടേ. നീ പോയിക്കോ, ഞാൻ കഴിച്ചോളാം. വാ പതുക്കെ. ആഹാ, നീ ഇവിടെ നിൽക്കാണോ? എന്തു പറ്റിയടി? നാളെയാണ് കുട്ടികളുടെ ഫീസ് അടയ്ക്കേണ്ടത്. വീട്ടുവാടക മറ്റന്നാളും. നീ വിഷമിക്കണ്ട, കുറച്ച് കാശ് ഞാൻ കടന്നരാം. നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? ഒരാവശ്യം വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതൊരു ബുദ്ധിമുട്ടാ. ജോസേട്ടനൊന്ന് എഴുന്നേറ്റ് നടന്നിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടാവില്ലായിരുന്നു. അതൊക്കെ ശരിയാവുക. നീ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആനിസിസ്റ്റർ ഈയിടെയായിട്ട് അല്പം വണ്ണം വെച്ചിട്ടുണ്ടല്ലോ. ആ നല്ല ഫുഡിങ് ആയിരിക്കും അല്ലേ?
ഈ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും കാര്യത്തിൽ സുരേഷിന് ഭയങ്കര ശ്രദ്ധയാണ്. സിസ്റ്ററിന് അറിയാലോ, ആ കാര്യത്തിൽ പണ്ടേ മുതൽ ഞാൻ മുന്നോട്ടല്ലേ. കൂട്ടത്തിൽ തന്റെ അമ്മയും പെങ്ങളെയൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഇതാണ് എനിക്കിഷ്ടം. ആനി സിസ്റ്റർ ഇങ്ങനെ ചൂടാണ് കാണാൻ എന്ത് രസമാണെന്നറിയാമോ? ബിന്ദു സിസ്റ്റർ എന്നെ വിളിച്ചാ? ഇല്ല. പിന്നെ ആരാണോ എന്നെ വിളിച്ചത്? ഞാൻ വന്നിട്ടോ. ആ മോനെ ജോസേ. ആ ഇട്ടുചായ വാ വാ. ഇന്നെന്താ രാവിലെ തന്നെ കറണ്ടിന്റെ ബില്ലടച്ചു വന്ന വഴിയാ. ആ നിന്നെ ഒന്ന് കാണണോന്ന് തോന്നി. കത്രീൻ ചേച്ചി എന്ത് പറയുന്നു? ആ പിശാശ് വീട്ടിലുണ്ടാ. ഉണ്ണുക ഉറങ്ങുക, ഉണ്ണുക ഉറങ്ങുക, പിന്നെ കൊറേ പരദൂഷണം പറയാ. ഇതാണല്ലോ അവളുടെ പണി. ആ പാവം ചേട്ടത്തി അങ്ങനെ പറയല്ലേ ചായ. പാവം ഉറങ്ങുമ്പോയിരിക്കും. എടാ ഇന്ന് രാവിലെയും കൂടി നിങ്ങളുടെ കാര്യം പറഞ്ഞ് തല്ല് പിടിച്ചോളൂ. ഈ വാടക വീട്ടിൽ നിന്നും മാറി തന്നെ കാര്യമായിരിക്കും അല്ലേ? മനുഷ്യ പറ്റില്ലാത്തതിനാ അവൾ അങ്ങനെ പലതും പറയും. തലയ്ക്ക് വെളിവില്ലോ. ഞങ്ങളുടെ കാര്യത്തിൽ ചായൻ ഒരുപാട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലേ? മോനെപ്പോലുള്ളവരോട് കരുണ കാണിച്ചില്ലെങ്കിൽ ദൈവം പൊറുക്കില്ല മോനെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്ന വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. പറ്റിയൊരു വീട് കിട്ടുന്നത് വരെ. മോനിങ്ങനെ പറയല്ലേ. അങ്ങനെ നിങ്ങളെ മാറ്റാൻ ഈ ടീച്ചർ സമ്മതിക്കില്ല. ഇച്ചായനറിയാലോ, ധനികനായ ഒരു മനുഷ്യന്റെ മകൻ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ സ്നേഹിച്ചു. വിവാഹത്തിന് എൻ്റെ വീട്ടുകാരെല്ലാം എതിർത്തു. അവർക്ക് വേണ്ടത് സ്ത്രീധനം, എനിക്ക് വേണ്ടത് എന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ആനിയെ. ഒടുവിൽ വീട്ടുകാരെതിർത്തുകൊണ്ട് ഞാൻ അവളെ സ്വന്തമാക്കി. സ്നേഹം മാത്രം തരുന്ന ആനി, ദൈവം തന്ന 2 കുഞ്ഞുങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ആ ബൈക്ക് ആക്സിഡന്റിൽ ഞാൻ വീണുപോയത്. കഴിഞ്ഞതൊക്കെ ഓർത്ത് വിഷമിക്കേണ്ട മോനെ. ദൈവം ഈ കിടക്കയെന്ന് മോനെ എഴുന്നേൽപ്പിക്കും. ഈ ടീച്ചറിന് നല്ല വിശ്വാസമുണ്ട്. ആനി, ഞാൻ ആനിയെ കാത്തു നിൽക്കായിരുന്നു. അച്ഛൻ ഇവിടെ? ഇടവക മാറിപ്പോയെങ്കിലും വല്ലപ്പോഴും ഈ വഴി പോകുമ്പോൾ ഒന്ന് പള്ളിയിൽ കയറും. ഒന്നുമല്ലെങ്കിലും ഇവിടത്തെ മുൻ വികാരിയല്ലേ ഞാൻ. അച്ഛനെ ഇവിടെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫൊറോന പള്ളിയിൽ ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ ഈ വഴി വന്നതാ ഞാൻ. ആ പിന്നെ എന്തൊക്കെയുണ്ട് ആനി വിശേഷങ്ങൾ? ജോസ് എന്ത് പറയുന്നു? ജോസേട്ട് സുഖായിരിക്കുന്ന അച്ചോ? ആനിയുടെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടല്ലോ, മുഖം കണ്ടാലറിയാം. ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങൾ സഹനത്തോടെ ഏറ്റെടുക്കണമല്ലോ. ആനി പറയുന്നത് ശരിയാ. ജീവിതത്തിലുണ്ടാവുന്ന സഹനങ്ങൾ ത്യാഗങ്ങളായി ഏറ്റെടുക്കണം. ദൈവകൃപയുണ്ടാകുന്നത് അവിടെ നിന്നുമാണ്. ദൈവം ആനിയെ കൈവിടില്ല. അച്ഛൻ എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലസ് യു. ദൈവം ആനിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി അച്ചോ, ഞാൻ പോട്ടെ. ആ